യുദ്ധം നടക്കുന്ന സിറിയയിൽ നിന്നും രക്ഷാദൗത്യം വിജയകരമായി നടപ്പാക്കി ഭാരതം. എംബസിയുടെ കൃത്യമായ ഇടപെടലാണ് ജീവൻ രക്ഷിച്ചതെന്ന് സിറിയയിൽ നിന്ന് ഡൽഹിയിൽ തിരിച്ചെത്തിയവർ പ്രതികരിച്ചു. സിറിയയിൽ നിന്ന് പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. യുദ്ധം നടന്ന സിറിയയിൽ നിന്ന് മുഴുവൻ പൗരന്മാരെയും സുരക്ഷിതമായി തിരിച്ചെത്തിച്ചുകൊണ്ട് മറ്റൊരു രക്ഷാദൗത്യം കൂടി അഭിമാനത്തോടെ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. സംഘർഷം ആരംഭിച്ചതു മുതൽ എംബസിയുടെ കൃത്യമായ ഇടപെടലാണ് ജീവൻ രക്ഷിച്ചതെന്ന് സിറിയയിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയവർ പ്രതികരിച്ചു. ലെബനൻ വഴിയാണ് പൗരന്മാരെ തിരിച്ചെത്തിച്ചത്. हम लोग लगभग 6 महीने से थे सीरिया में. वहाँ तो नॉर्मल था पोजीशन. जब इस तरह का मामला हुआ जो आपस में विद्रोही और असद सरकार में जो लड़ाई हुआ, टकराव हुआ, उसके बाद हम लोगों की गवर्नमेंट एमबीसी से कांटेक्ट किया और एमबीसी ने हमसे बात किया और हम लोग के करीबी लोग जो हैं उन लोगों से भी बात की. जितने भी लोग हैं हम लोग के आजू बाजू में जो लोग थे उन लोगों से बात किया. वो बोले कि आज का आज निकलना है. तो हम लोग रेडी हैं, पूरी तरीके से रेडी थे. हम लोग निकल गए. फिर फोन आया कि थोड़ा सा होल्ड करो क्योंकि अभी ये लोग जश्न मना रहा है, हो सकता है कहीं आप लोग को लग जाए कुछ, तो इसलिए फिर सेफ कर दिया अंदर. സിറിയയിൽ നിന്ന് ഭാരതീയരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 77 പൗരന്മാരാണ് മടങ്ങിവരാൻ എംബസി വഴി താൽപര്യം അറിയിച്ചത്. ഇതിൽ 44 പേരും ജമ്മു കശ്മീരിൽ നിന്നും പോയ തീർത്ഥാടകരായിരുന്നു. ഇവരെ ആദ്യം റോഡ് മാർഗം സുരക്ഷിതമായി ലബനനിലെത്തിച്ചു. അവിടെ നിന്ന് വിവിധ സംഘങ്ങളായി ഭാരതത്തിലേക്ക് എത്തിക്കുകയാണെന്നും സിറിയ, ലബനൻ എംബസികൾ സംയുക്തമായാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയതെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.